Hello dears, welcome back to my channel. So it's me SC Causes. So today we are going to discuss the usages of had better. നമ്മൾ ഇന്ന് പ്രധാനമായും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എക്സാം ഓറിയന്റഡ് ആയി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കണ്ടന്റ് ആണ് ഹാഡ് ബെറ്ററിന്റെയും വുഡ് യു മൈൻഡിന്റെയും യൂസേജ്. അപ്പൊ ഈ ഹാഡ് ബെറ്ററിനകത്ത് അല്ലെങ്കിൽ വുഡ് യു മൈൻഡിന്റെ ആ ഒരു യൂസേജ് എന്താണ് എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ഹാഡ് ബെറ്ററിന്റെ ഉപയോഗം ഞാൻ ഇവിടെ പറയുന്നു. ഹാഡ് ബെറ്റർ റിലേറ്റഡ് ആയി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു റൂള്, ഹാഡ് ബെറ്ററിന് ശേഷം നമ്മളൊരു വേർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ഫോം. അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ നമ്മൾ ഈ ഹാഡ് ബെറ്ററിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ ഹിയർ അപ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നോർമലി നമ്മൾ സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുക. എന്തായാലും എക്സാമിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഹാഡ് ബെറ്ററിന്റെ ഉപയോഗം. അതായത് ഹാഡ് ബെറ്റർ വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. അപ്പോൾ എന്താണ് ഹാഡ് ബെറ്റർ എന്നുള്ള കാര്യം ഞാനിവിടെ പറയട്ടെ. യൂസേജ് ഹാഡ് ബെറ്റർ എന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സുഹൃത്തിനോട് പറയുകയാണ്, യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാട്ടർ. ഓക്കെ, യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാട്ടർ. നിനക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഒരു സജഷൻ പറയുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹാഡ് ബെറ്ററിന് ശേഷം ഏത് വേർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാട്ടർ. അപ്പൊ ഞാൻ വേറെ ഒന്ന് പറയുകയാണ്, നിനക്ക് ഫുട്ബോൾ കളിക്കുന്നതാണ് നല്ലത്. അതാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതുക, യു ഹാഡ് ബെറ്റർ പ്ലേ ഫുട്ബോൾ എന്നാണ് എഴുതുക. യു ഹാഡ് ബെറ്റർ പ്ലേ ഫുട്ബോൾ എന്നാണ് നമ്മൾ എഴുതുന്നത്. നിനക്ക് ഫുട്ബോൾ കളിക്കുന്നതാണ് നല്ലത്. ഇവിടെ പ്ലേ എന്ന വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അതുപോലെ എപ്പോഴും നമ്മൾ യു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ല, സബ്ജക്റ്റ് എന്തോ ആവാം, അവനോ അവളെന്നോ രാജേഷ് എന്നോ ഐ മീൻ വേറെ എന്ത് പേരും നമുക്ക് അവിടെ യൂസ് ആക്കാം. സോ ഇവിടെ ഞാൻ വേറൊന്ന് പറയട്ടെ, രാജേഷ് ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. രാജേഷ് ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രാജേഷിന് പഠിക്കുന്നതാണ് നല്ലത്. നമ്മൾ എന്താ അവിടെ ഉപയോഗിച്ചത്, ഹാഡ് ബെറ്ററിന് ശേഷം സ്റ്റഡി എന്ന വേർബിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, രാധ ഹാഡ് ബെറ്റർ റീഡ് ദ സ്റ്റോറി. രാധയ്ക്ക് ആ കഥ വായിക്കുന്നതാണ് നല്ലത്, റീഡ് ദ സ്റ്റോറി. അപ്പൊ ഇത് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സംഗതി ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ റീഡ് എന്ന വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഞാൻ വേറൊരു സെന്റൻസ് എഴുതാണ്, വി ഹാഡ് ബെറ്റർ ഗോ ദർ. നമുക്ക് അവിടെ പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ്. ഇവിടെയും എന്താണ്, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലി എക്സാമിനകത്ത് നിരന്തരം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഹാഡ് ബെറ്റർ ഓർ വുഡ് യു മൈൻഡ്. പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമറിനകത്തെ ഒരു മാർക്ക് നമുക്കിവിടെ ഗ്യാരണ്ടിയാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഡ് ബെറ്ററിന് ശേഷം നമ്മളൊരു വേർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വേർബ് V1 ആയിരിക്കണം എന്നുള്ളതാണ്. ഹാഡ് ബെറ്ററിന് മുന്നേ വരുന്ന സബ്ജക്റ്റ് എന്തും ആവാട്ടോ, അത് ഏതും ആവാവേ. അപ്പൊ നമുക്കിവിടെ യുന്നോ വിന്നോ ഒരാളുടെ പേരോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാഡ് ബെറ്റർ എന്ന ആ ഒരു യൂസേജിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് അത് ആ വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ V1 V2 V3 ഒന്നാമത്തെ ഫോം മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ തെറ്റുന്നൊരു കാര്യമുണ്ട്. ആ തെറ്റുന്ന കാര്യം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മാർക്ക് മിസ്സാവില്ല. ദാറ്റ് ഈസ്, ചില കുട്ടികൾക്ക് ചില ആളുകൾക്ക് ഈ ബെറ്ററിനും V1 ഇടയിൽ ഒരു 2 കൊടുത്താലേ അവർക്കൊരു എന്ത് കിട്ടുള്ളൂ, ഐ മീൻ അവർക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ 2 കൊടുക്കണം. അങ്ങനെ ആ 2 കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. യു ഹാഡ് ബെറ്റർ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. യു ഹാഡ് ബെറ്റർ ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ ശ്രദ്ധിക്കാൻ ഇത്ര മാത്രം മതി, ഹാഡ് ബെറ്ററിനും V1 ഇടയിൽ 2 വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. ഹാഡ് ബെറ്ററിന് ശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ആക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിച്ച
പാഠഭാഗത്തിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ ഒരു കഥയാണല്ലോ. ആ കഥയ്ക്കകത്ത് ഈ ഓൾഡ് മാന് പെലായോയുടെ വീട്ടിൽ വരുന്നുണ്ട്. പെലായോ ആ ഒരു ഓൾഡ് മാനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് ഓടുന്നു. ഓടിയിട്ട് ആരോട് പറയുകയാണ്? എലിസണ്ടയുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് അയാളെ നല്ലവണ്ണം കെയർ ചെയ്യണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ കെയർ ചെയ്യുന്നതാണ് നല്ലതാണ്, ഐ മീൻ അതാണ് നല്ലതെന്ന് പറയണമെങ്കിൽ ഈ പെലായോ പറയുകയാണോ, വി ഹാഡ് ബെറ്റർ ടേക്ക് കെയർ ഓഫ് ഹിം. അവനെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് എന്ത് നമുക്ക് നല്ലതെന്ന് പറയുകയാണ്. ഇവിടെ ടേക്ക് എന്ന് പറയുന്നത് എന്താ? V1 ആണ്. ഓക്കെ, ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ V1 ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ രൂപത്തിലാണ് നമ്മളിത് പഠിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ എക്സാമിന് വരികയാണെന്നുണ്ടെങ്കിലും ഹാഡ് ബെറ്ററിന്റെ യൂസേജ് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഹാഡ് ബെറ്റർ സാധാരണ രീതിയിൽ ഒരു സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു നിർദ്ദേശം കൊടുക്കാനാണ്. മറ്റൊരാൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാം. യു ഹാഡ് ബെറ്റർ കം ഹിയർ, നിനക്ക് ഇവിടെ വരുന്നതാണ് നല്ലത്. ദെൻ രാധ ഹാഡ് ബെറ്റർ സിംഗ് എ സോങ്, രാധയ്ക്ക് ഒരു പാട്ട് പാടുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ടേൺ ഓൺ ദി AC ഓൺ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹാഡ് ബെറ്റർ. ഓക്കെ.